ഹായ് ഹലോ നമസ്കാരം. നമ്മളിപ്പോ ബീച്ചിലെത്തിയിട്ടുണ്ട്. കാണിച്ചു കൊടുക്ക. ഞങ്ങളിങ്ങനെ ഫൈനലി ബീച്ചിലെത്തി ഗൈസ്. അബി ഇങ്ങനെ ഇൻട്രോ കൊടുക്കണതിന് മുമ്പ് തന്നെ ഞാൻ കയറിയിട്ട് ഇന്ററപ്റ്റ് ചെയ്തു. പറഞ്ഞോ അബി ഇങ്ങനെ ചുമ്മാ അതെ ഞാൻ തൊലച്ചു. അതിൽ എനിക്കൊരു മനസ്സുകൊണ്ട് നമസ്കാരം. നമ്മള് ബീച്ചില് മുടി ഭംഗിയില്ല, പിന്നെ ഞാൻ എന്തിനാ വ്ളോഗ് നിക്കണേ? ഇപ്പൊ അങ്ങനെ ഞാൻ പറയട്ടെ, പറ എന്നോട് പറയാൻ പറ. അതെ, എന്റെ അബിയുടെയും കൂടി ആദ്യത്തെ മുസ്തുവിനും കൂടിയിട്ടുള്ള ആദ്യത്തെ വ്ളോഗാണ് ഇത്. കുറേ ഭയങ്കര ഹാപ്പി ഉണ്ട് അബിയായിട്ട് ആദ്യമായിട്ട് നമ്മുടെ റാമ്പിൽ വന്നപ്പോഴും ഇങ്ങനെ ഒരു കണക്ഷൻ കിട്ടിയല്ലോ. സോ ഹാപ്പി. അപ്പൊ ചായ ടോക്സ് വിത്ത് വൈബ് കൂട്ടുന്നുള്ള യൂട്യൂബും അഭിഷേകിന്റെ യൂട്യൂബിന്റെ പേജിന്റെ പേര് പറയുന്നുണ്ട്, മനസ്സിലായ? അഭിഷേക് ജയദീപിന്റെയും ചായ ടോക്സിന്റെയും മുസ്തുവിന്റെ ചാനലുണ്ടാ? കുതിര സഫാരി ഇവൻ തുടങ്ങുന്നതായിരിക്കും. അപ്പൊ അഡ്വാൻസ് ഞാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയട്ടെ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാം. ഓക്കെ, ഒരു കുതിര സഫാരിക്ക് കാർക്കൊക്കെ പോണ്ടെന്ന് വെച്ചാൽ പോവാം. പിന്നെ നമ്മുടെ അയ്യോ എന്റെ പേര് അതല്ല അല്ലിയമ്പൽ കടവിങ്കൽ എന്താണ് പാട്ട്? അത് സംഭവം വീഡിയോ ഞങ്ങളെ പണി തന്ന വീഡിയോ തവള. വലിയ ചിലങ്ക ബീച്ച് ഒന്നല്ല, ചെലങ്ക, തുളസി ചെലങ്ക. തട്ടേ കൊടുത്തോ. മലയാളിയാണോ ചേട്ടൻ? ഓ ഭയങ്കര ഇതാണോ? ഹലോ, സുഖം. ഹായ്. ഇവളുടെ പേരാണ് ഡയാന. ഓ പക്ഷെ തീരെ ക്ഷമയില്ല. അങ്ങോട്ട് പ്രസംഗമൊക്കെ പിന്നെ അത് വേണ്ട. ഇതിനൊക്കെ കുതിരോട്ടം പഠിക്കാൻ ട്രെയിനിങ് ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെയാണ് ടോവിനോ വന്ന ഏതോ ARMO അങ്ങനെ ഏതോ മൂവിയുടെ ട്രെയിനിങ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത്. ആ ട്രെയിനിങ്ങിന്റെ സമയത്ത് ഇവിടെ വന്നാൽ നമുക്ക് ടോവിനോനൊക്കെ കാണാം. ചുറ്റുള്ള സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്തു. ഇനി നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോകണം. ചായ ബീച്ച് സൈഡിലിരുന്ന് ഒരു ചായ. മഹേശ്വരി ചേച്ചി എല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്ത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. ദേവുവിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഇച്ച കെൻസില. നമ്മളങ്ങനെ ചായ, കോഫി, ബൂസ്റ്റ് എല്ലാം ഓർഡർ ചെയ്ത് എല്ലാ സാധനങ്ങളും എത്തി. ദേവു ഫോണിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം അല്ലേ? എന്തായാലും പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ദേവു ഇതിനെ കുറിച്ച് എങ്ങനെയുണ്ട് ചായ? ചായനെ കുറിച്ച് ചായ പറ്റിട്ട് എനിക്ക് പറയാനുണ്ട്. കാരണം ചായ ടോക്സ് വിത്ത് വൈബ് കൂട്ട് എന്ന് പറയുന്ന ഒരു മഹാസംഭവത്തിന്റെ ഇവരുടെ ചായ ടോക്സിൽ ഇല്ലാത്ത ഓരോരു സാധനമാണ് ചായ. ചേച്ചിനെ കൂട്ടുണ്ടാവുന്ന ബ്ലോഗിൽ പറ്റില്ലേ? ഉറപ്പായിട്ടും സമാധാനമില്ല നിനക്ക്. എനിക്ക് എഡിറ്റ് ചെയ്ത് വയ്യാണ്ടായി കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇവൻ കാരണമാണ് ഇവൻ എഡിറ്റിംഗ് പഠിച്ചത്. അതിനാണ് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് സത്യമാണ് ചേച്ചി. അത് കറക്റ്റ് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ട് നിങ്ങളൊക്കെ ഇതിന്റെ ആൾക്കാർ. നെവിൻ ഒരു 5-6 ആട്ട് എന്നിട്ട് പോയിട്ടുണ്ട്. ഞാൻ നെവിൻ ജാൻമുനി ആട്ടിന്റെ നോക്കിയെന്നില്ലെങ്കിൽ പിന്നെ പാവാട്ടോ. എന്തോ ഇങ്ങനെ രണ്ടുപേരും പാവാണ്. ഓക്കെ, ദൈവം പാവാണ്. ഞാൻ പാവല്ല, ഞാൻ ഭയങ്കര സംഭവമാണ്. വേഗം സംസാരിച്ചു. എപ്പോഴാണ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ചേച്ചി. ആണോ? നല്ല ഫ്രഷ് ചെമ്മീനായിരിക്കും. ഓഫ് കോഴ്സ് ഇവരുടെ ചെമ്മീനൊക്കെ നല്ല ഫ്രഷ്
ഫ്രഷ് ആയിരിക്കും. ഇന്നലെ ചെമ്മീൻ കഴിച്ചിട്ട് എനിക്ക് വയറുവരെടുത്തിരിക്കുക. അത് ചിലവർക്ക് പിടിക്കില്ല ചെമ്മീൻ. അതല്ല വയററിഞ്ഞ് കഴിക്കണം എന്ന് പറയണോണ്ടാ. കുറെ കഴിച്ചോ? യെസ്, കുറെ കഴിച്ചിട്ട്. ഇവിടെയും ഇന്നലത്തെ പോലത്തെ ചെറിയ ചെമ്മീന ഒരു ദിവസം ഞാൻ വന്നപ്പോ നല്ല ടേസ്റ്റ് ആയിരുന്നു. ശരിക്കും കുഞ്ഞു ചെമ്മീന നല്ലത്. അങ്ങനെ ടേസ്റ്റ് കൂടുതൽ. ആ ഇവിടെ നല്ല മൊനമ്പത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് ചേച്ചി എടുക്കുന്നുണ്ട്. ചെറായി മുനമ്പം നല്ല ഫ്രഷ് ആയിരിക്കും. അപ്പോ ഈ പൊന്നാനി ബീച്ചിൽ പോവാം. അതെവിടെയാ? പൊന്നാനിയില് അവിടെ അവിടെ ഭയങ്കര പൊന്നാനിയിൽ എന്തോ സെറ്റപ്പ് ഉണ്ട്. ഓഹോ ബീച്ചിൽ കൊണ്ടുപോയിട്ട് എന്തൊക്കെയോ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ തേങ്ങ വിറ്റ് വന്നിരിക്കും. നീ അല്ലേ ഇങ്ങോട്ട് വന്ന് തിരിച്ചു പോകുമ്പോ നമുക്ക് കേറാം. ബാക്കി ഞാൻ നോക്കിക്കോളാം. എല്ലാം 20 രൂപയിലുള്ള ഐസ്ക്രീം. അപ്പൊ നീ അങ്ങനെ പറയുന്നത് എല്ലാം 2 പ്ലേറ്റ്. നമ്മള് പോകുമ്പോഴേക്ക് അവിടുത്തെ അതൊക്കെ ക്ലോസ്, ഐസ്ക്രീം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. എന്തിനാ നമ്മൾ ഓഹോ ബീച്ചിൽ പോകണം? ഇത്രയും രുചികരമായ ചെമ്മീൻ ഇവിടുന്ന് അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാലോ. ഈവനിങ് മീൻസ് രാത്രി ചെമ്മീന് ബാർബിക്യൂ ഒക്കെ സെറ്റ് ആക്കുന്ന അൽഫാമാണ്. ഞാൻ ബാർബിക്യൂ എന്ന് കുറച്ചും കൂടി ഒരു ഭംഗി. വാടകയ്ക്ക് ഫ്രഷ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യാൻ. മീൻസ് മാരിനേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടാവും. നിനക്ക് സീ ഫുഡിൽ ഏറ്റവും ഇഷ്ടം ഏതാ? പ്രോൺസ്. മീന് പ്രോൺസ് മാത്രം. പ്രോൺസും പിന്നെ മറ്റേ നെയ് മീനില്ലേ, അത് രണ്ട് കഴിക്കും. ഞങ്ങൾ പൈസ ഉള്ളപ്പോ നെയ്മീൻ അല്ലാത്തപ്പോ മത്തി. മത്തി അടിപൊളിയാ. പെപ്പർ കുട്ടി അത് ഇലയിൽ വെച്ചിട്ട് ജസ്റ്റ് മഞ്ഞപ്പൊടിയും പെപ്പർ ഉപ്പിട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊള്ളിച്ചെടുത്താണല്ലോ. ഇന്ന് മമ്മി പറഞ്ഞിട്ടുണ്ട്. ആരായാലും എന്താ സംഭവം എന്റെ വകയായിട്ട് ഞാൻ സ്പോൺസർ ചെയ്തു. നിങ്ങൾ ഏതൊക്കെ റെസിപ്പി ചേച്ചി ഇവിടെ ഒരു വട്ടം വന്നപ്പോഴേ മറ്റേ ആബോലി വലിയ ആബോലി കുറച്ച് മസാലകൾ നോക്കുമ്പോ ചെറിയ മഞ്ഞപ്പൊടി ഇതൊക്കെ ഉള്ളൂ, പക്ഷെ ഭയങ്കര ടേസ്റ്റാ. നെവിന്റെ ഒപ്പമുള്ള വ്ളോഗിലാണ്. നവീൻ വന്നിട്ടുണ്ട്. ഞാനും നെവിനും വന്നിട്ടുണ്ട്. നമ്മുടെ വ്ളോഗ് ഉണ്ട്, അതൊന്നും കൂടി കാണണേ. നമ്മുടെ ആ വ്ളോഗ് നമ്മൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് കൊടുക്കും. ചൂട് പരിപ്പട, ചായയും പരിപ്പോടിയും, കട്ടൻ ചായയും പരിപ്പോടിയും, കട്ടൻ ചായ മിക്സറും. ഇതൊക്കെ ഒരു വികാരം. മഴ പെയ്യുന്നു. സീരിയസ്ലി നിങ്ങളുടെ നാട്ടിൽ ഇനെന്താ പറയാ? പരിപ്പടാ. എന്താ നാട്ടിൽ ചേച്ചി ഇപ്പൊ ഫ്രഷ് ആയിട്ട് പരിപ്പല്ലേ? ഞാൻ ചോദിക്കണൊക്കെ വള്ളിയാണ്. അല്ല ഇപ്പം ചോദിക്കാൻ പറഞ്ഞതാ, എന്താ കണ്ടന്റിന് വേണ്ടിട്ട് ചോദിക്കാൻ പറഞ്ഞതാ. ഇതിനെന്താ നിന്റെ നാട്ടിൽ പറയാത്? ഈ പൂച്ചില്ലേ പാറ്റൊക്കെ അടിക്കണ സൗണ്ട് കിട്ടിയാൽ വേറെ വിചാരിച്ചില്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? അടിപൊളി ഫ്രഷ്. ചേച്ചി എടുക്കും. ഞാനിങ്ങനെ ആലോചിക്കാം എന്തുണ്ടാക്കും. പിന്നെ അവിടെ വരെ നടന്നോണ്ടേ അതാട്ടാ വീട്. അവിടെ ഒരു മീൻ ഗോവ ഉണ്ടാക്കാൻ പോകും. ഗോവൻ കഴിച്ചാലും പോയത്. അടിപൊളി. ഒരു ചായ കൂടെ എടുത്താലോ? ഒരു ചായ കൂടെ എടുത്താലോ? ഉണ്ടാക്കിയത് ഇരിപ്പുണ്ടോ? സമോറല്ലേ സഡൻ എടുക്കരുത്. എന്നിട്ട് വേണ്ടേ ചായ? മഴ എടുക്കണല്ലേ? എങ്ങനെയുണ്ട് മഴയത്ത് ചായ കുടിക്കാൻ? മഴയത്ത് ചായ ഞാൻ ഇതിനൊന്നും കുടിച്ചിട്ടില്ല. മഴയ്ക്ക് മുന്നേ ചായ തീർന്ന്. അപ്പുറത്ത് ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ചൂടൻ ചായ പരിപ്പ് കടി. ഇന്നത്തെ സ്പെഷ്യൽ അതാണ്. നല്ല മഴയും തണുത്ത കാറ്റും. എന്ത് രസം. അതും ചേച്ചിയുടെ സ്പെഷ്യൽ പരിപ്പുവടയും അല്ലേ? ചൂട് പരിപ്പുവട, ചൂട് ചായ, മഴ. ഇനി എന്ത് വേണമല്ലേ? അതെ, നല്ല കൂട്ടുകാര്, നല്ല ആൾക്കാര്, നെഗറ്റിവിറ്റി ഇല്ലാത്തൊരു അന്തരീക്ഷം. എന്താ പറയാ, പ്രകൃതി. ഒന്നുകൂടി പറഞ്ഞു. നല്ല അസീസുക്കാട് നല്ല നാടൻ പശുവിന്റെ പാലും വെള്ളം. അതിൻ്റെയാണ് ഈ ബൂസ്റ്റ്, ഹോർലിക്സ്, ചായ എല്ലാം. യെസ്. ബാക്കി ഇനി ഫിഷൊക്കെ നമ്മൾ ഉണ്ടാക്കും. ഒക്കെ നിങ്ങൾ വെയിറ്റ് ആൻഡ് വാച്ച്. അതെ, ദേവുവിനെ കൊണ്ടായിരിക്കും. ദേവു കുക്ക് ചെയ്യോ? അപ്പൊ നമ്മള് ദേവുവിനെ കൊണ്ടും പണിയെടുപ്പിക്കും അല്ലേ? കസ്റ്റമർക്ക് ഇവിടെ ഓപ്ഷൻ കൊടുക്കാറുണ്ട്.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാൻ കഴിക്കാം. ഇവരൊരു മെയിൻ ചെഫ് മെയിൻ കുക്കാണ് ഇവരുണ്ട്. അങ്ങോട്ട് ക്യാമറ. അടുത്തായിട്ട് നമ്മൾ കുക്കിംഗ് സെക്ഷനിലേക്ക് പോകാൻ പോവാണ്. ഹു ഈസ് ഗോയിങ് ടു കുക്ക്? വെൽക്കം ടു ദ കിച്ചൺ. ഹൈത്തുള്ളതുകൊണ്ട് കുഞ്ഞു പോകണം. സോറി. ഹായ് പറ. പേര്? അഭിഷേക്. ഓ, രണ്ട് അഭിഷേക്. കാസയോ? ഡാർജിലിംഗ്. ആ, നോർത്ത് ഈസ്റ്റ് കൽക്കട്ട. ഓ, അൽഫാം സ്പെഷ്യലിസ്റ്റ്. ഡാർജിലിംഗ് മോമോസ് बनाना आता है. എത്ര വർഷം ഇവിടെ? അതൊക്കെ ചോദിക്കടാ. कितने How साल से many years you here? वही अभी अभी आया ना? हाँ अभी आया वो 6-7 महीने हो गए 6-7 മാസമായിട്ടുള്ളൂ. What's the special food? फूड मीन ഉണ്ട് മീൻ. ഓ, മലയാളം അറിയും. മലയാളം കേരളത്തിൽ കുറച്ച് കുറവായിട്ടുണ്ടോ? കുറച്ച് അറിയും. ഇത് വെസ്റ്റ് ബംഗാൾ ആ സൈഡിലാണ് പുള്ളി. ഡാർജിലിംഗ് ഇവിടെ സ്പെഷ്യൽ മോമോസിന്റെ ഒക്കെ സ്ഥലം അല്ലേ? ആ, അപ്പം എന്തായാലും നമുക്ക് നോക്കാം. താങ്ക് യു. ആ, ഫ്രീക്ക് യോ. നിഹാലിനെ കൊണ്ട് വല്ലതും പറയിപ്പിക്കണ്ടേ? എടാ, ഇവനെ പരിചയപ്പെടുത്തി കൊടുക്കുക. ഇവിടെ അടിയ. എടാ, പയ്യനെയാ കൊണ്ടുവരാം നമുക്ക്. അല്ല, നിഹാലിനിട്ട് നീ പറയും. ആ പയ്യൻ പാവ കഷ്ടപ്പെട്ട് നമുക്ക് വിളിക്കാം. അൽഫമല്ല, അതെന്താണ്? ഇതാണ് വറ്റ. ചേച്ചി, ഇതാണ് വറ്റ. ആവോലിയ വറ്റ. നോക്കടെ വറ്റ കാണിക്ക്. ചെയ്തത്. ആ, ഇന്ന് വറ്റ സ്പെഷ്യൽ. അങ്ങനെ പറയാം. അതെല്ലാം യെസ്. ഇങ്ങോട്ട് വന്ന് നോക്കാം. എന്താണ്? ഭംഗി. അയ്യോ, എനിക്ക് ആ ഭംഗിയിലേക്ക് എത്തണം. ഞാൻ ഒന്ന് അവിടെ നിൽക്കട്ടെ. ശരി, എല്ലാവരും ഉള്ളിക്ക് വെക്കും, ഞാൻ വരാം. ഒരു സൈഡില് ഷവർമ ഉണ്ടാക്കി കൊടുക്കുന്നത്, ഒരു സൈഡില് ഫിഷ് വരുന്നത്. എടാ, നമുക്കുള്ളതാണോ? കഴിക്കേ. കസ്റ്റമറിന് ടേസ്റ്റ് ചെയ്തിട്ട്. ഇന്ന് ഷവർമ സ്പെഷ്യൽ കുക്ക്. വറ്റ വറ്റ അവിടെ ഗ്രില്ലിൽ വെച്ചു. ഷവർമ, ഗ്രിൽഡ് ഫിഷ്. ഫിഷിന്റെ ഏറ്റവും ബെസ്റ്റ് ഫോം എന്താണെന്നറിയോ? ഇല്ല. ഗ്രിൽഡ് ഫിഷ്. അതെ, ഓയിലില്ല. അപ്പോൾ ഏറ്റവും ഹെൽത്തി. ഞങ്ങൾ ഭയങ്കര ഫിറ്റ്നസ് ഫ്രീക്സ് ആയതുകൊണ്ട് തന്നെ ദേവുന്റെ ഏജ് ഞാൻ പറയണില്ല, പക്ഷെ കണ്ട ഒരു 20-25 തോന്നുന്നു. പക്ഷെ അതിന്റെ ഇരട്ടി ഉണ്ടെങ്കിലും. പക്ഷെ അതിന്റെ രഹസ്യം ഈ ഇത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് ആണ്. യോഗ ചെയ്യണുണ്ടാ? ഇല്ല. പക്ഷെ അപ്പൊ നമ്മള് ഗ്രിൽഡ് ഫിഷ് ആണ്. കുറച്ച് തിരക്കാണ്. നമുക്ക് എന്തായാലും അല്ല, അവിടെ ഉണ്ട്, എടുക്കാം. അന്ന് ആവൂലായിരുന്നു. എടുത്തോടങ്ങിയാ അതൊക്കെ കിട്ടണം. അന്ന് ആവോലി വെച്ചപ്പോ ഒപ്പമുള്ള ആൾ ഓർമ്മയുണ്ടോ? ഓ, വിപിൻ. നെവിൻ. 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 ആ മുടിയാട്ടത്തിന്റെ ആള്. പറഞ്ഞു. ആ, പുള്ളി ഇപ്പൊ നെവിനൊക്കെ ഒന്നുമല്ലാത്ത സമയത്ത് വന്ന് വ്ളോഗ് ചെയ്ത് അത് തള്ളു. വോട്ട് ചെയ്തോ ശരിക്കും? ഇല്ല, രേണു ഫാനാണ് ചേച്ചി എന്നാ പറഞ്ഞത്. രേണു ഫാനാണ്, പക്ഷെ നെവിൻ നമ്മുടെ സ്വന്തം ഇവിടെ വന്ന് ചെയ്തിട്ടുള്ള കുട്ടിയല്ലേ. അപ്പൊ നമ്മള് നെവിനെ വോട്ട് ചെയ്യുള്ളൂ. അതൊക്കെ അത്രേ ഉള്ളൂ. നൈസായിട്ട് വോട്ട് പിടിച്ചോ അവൻ. ചേട്ടൻ ചിലപ്പോ സാമ്പാറാക്കി കളിക്കലായിരുന്നു. അത് കഴിയില്ലല്ലോ. ഇല്ല, അന്നാ ആബോലിയായിരുന്നു. ഇന്ന് ഏതാ ചേച്ചി? ഇന്ന് വറ്റ. അത് നല്ല വള്ളക്കാരുടെ പറ്റ. വെറും മിതമായ ഓയിൽ ഉപയോഗിച്ചുകൊണ്ട്. ഓയിലില്ലല്ലോ, അല്ല, ഐ മീൻ അതിന്റെ മേലെ എന്തോ ഒഴിച്ച്. അത് ഓയിൽ അല്ലേ? ബട്ടർ. ആ, പുള്ളിനെ കാണിക്ക്. ഓർമ്മയുണ്ടോ എന്നെ? ഉസ് ദിന ആയ. ഹർ ദിൻ ആത്ത ഹൂം ഓൾമോസ്റ്റ്.
അമ്മേ ഒന്ന് പറഞ്ഞു ഏയ് ഞാൻ ചെയ്യില്ല ഉപ്പില്ലാണ്ട് ഇന്നച്ഛൻ കൊടുക്കുക സ്പെഷ്യലി അല്ലേ ബക്കാടിയൊക്കെ എന്താ ബറ്റാന്നല്ലേ പറഞ്ഞ ഫിഷ് ബറ്റ ബക്കാടി പറയുമ്പോൾ ആരൊക്കെ ചിരിക്കണം. ഓക്കെ ഇനി നെക്സ്റ്റ് ചെസ് നമ്പർ എന്താണ് ഗ്രില്ല് വച്ച അമ്പോ പൊളി പൊളി പൊളി. ഇനി അടുത്തത് ഞാൻ ഷവർമ ഉണ്ടാക്കും. ഒരു ഹാഫ് ബോയിൽഡ് ആയിട്ടുണ്ട്. ഹാഫ് ബോയിൽഡ് അല്ലേ ഗ്രില്ല് ചെയ്യണ സാധനം. എന്താ പേരുന്ന് എന്താ പറഞ്ഞേ? അടുത്തതായി ഷവർമ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു ട്രെയിൻ ചെയ്യാൻ പോകുന്നത്. അൻകിത് ഭായ് ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നു. ആ പറഞ്ഞോളൂ. അല്ല അങ്കിത് ഭായ് വരണം അവിടെ. അങ്കിത് ഭായ് പറഞ്ഞുതരും എങ്ങനെ ഷവർമ ഉണ്ടാക്കാൻ നോക്കാം. चिकन आएगा, चिकन को काट के मसाला लगा के बस ബസ് ഹോ ഗയാ. मसाला भी इतना नहीं है, चिकन मसाला गरम मसाला ये सब भी हाँ वो नहीं, वो रेगुलर मसाला है, चिल्ली डिफरेंट है. हाँ हाँ. ഉത്തനായി. റുമാലി റൊട്ടിയാണോ ഒപ്പം? കസ്റ്റമർക്ക് ഓപ്ഷൻ ഉണ്ട് ഷവർമൊക്കെ ഉണ്ടാക്കാൻ കഴിക്കാം. ഗ്രില്ല് ചെയ്യാ കഴിക്കുക എന്തൊക്കെ കഴിക്കുക. मैंने सीखा മീനി മയോണൈസ് ഒക്കെ ഇട്ടിട്ട് പോയാ മതി. मिक्सर. ഇനി ഞാൻ കുറച്ചേരം ഇരിക്കട്ടെ എന്നൊക്കെ. ചെറിയ ഷവർമ മതി കേട്ടോ. ഇത് കുറയ്ക്കോ? എടാ അത് കുറച്ച് അതെങ്ങനെ വേവ്? അതല്ലേ നല്ല മസാല അല്ലേ ചേട്ടാ? ഇത് കസ്റ്റമർ ഓർഡർ ചെയ്തല്ലോ? ഇല്ലേ? ഇത് ഞാൻ ഓർഡർ ചെയ്തത്. കസ്റ്റമർ ഓർഡർ ചെയ്താണെങ്കിൽ ഇങ്ങനെ ഇവൻ ഉണ്ടാക്കിയ മോശമായത് കൊടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ പത്തേ. എടാ എന്തെങ്കിലും പറയടാ ഇടുമ്പോ. ആ ഇവിടെ മേലെ ഇത് ഹെൽത്തി ആയിട്ടുള്ള ഇതാണ്. അതിൽ നമ്മൾ അനാവശ്യമായിട്ടൊന്നും ഇല്ല. ഷവർമ മേക്കിംഗ് ക്ലാസ്. ഷവർമ ഉണ്ടാക്കുമ്പോഴേക്ക് ഈ സൈഡ് ചൂടുണ്ടല്ലേ? ഭയങ്കര ചൂട്. ശരിക്കും ഷവർമ ഉണ്ടാക്കണം അതൊക്കെ ഒരു ഇതല്ലേ. നമുക്കത് മേടിക്ക തിന്ന അത്രേ ഉള്ളു. ഉണ്ടാക്ക ഒരു ആർട്ട്. ഇത് കണ്ടില്ലേ മറ്റേ ഐസ്ക്രീം കോണില് പൊതിഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിച്ചെന്താ അറിയാം ഇടയിൽ പ്ലാസ്റ്റിക് പോയിട്ടുണ്ട് റോൾ ചെയ്യുമ്പോൾ. കസ്റ്റമർ നമുക്ക് ഇല്ലടാ കറക്റ്റാ കറക്റ്റാ. നല്ല ഭംഗിയുണ്ടല്ലേ? 5 മിനിറ്റ് 5 മിനിറ്റില് ഫിഷും റെഡിയാവും. അടിപൊളി. ആർക്കാടാ? അവര് വാഷ്റൂമിൽ പോയി പോരും. കസ്റ്റമേഴ്സിനാണെങ്കിൽ തന്നെ ദേവനാണെങ്കിൽ നോക്കിയത് സ്വയമായിട്ട് തിരിച്ചില്ലേ? എന്താ കുഴപ്പം? കറക്റ്റാണോ അറിയുന്നത്? ആണോ? ഓക്കെ. പഠിച്ചില്ലേ ഒന്നില്ലെങ്കിലും ഷവർമ ഉണ്ടാക്കാൻ നിൽക്കാം. गुरु दक्षिण ദക്ഷിണ കൊടുക്കടാ. ജീപ്പേ ഉണ്ടോ? വല്ല സ്വർണ്ണമാലൊക്കെ ഉണ്ടെങ്കിൽ ഊരി കൊടുക്കുക. ബെറ്റിൽ കണക്കെ കൊണ്ട് ഇല്ല കഴിക്ക്. പൊളി പൊളി കൊള്ളാം. റുമാനിയിലായിട്ടാണത്. അടിപൊളി മസാല. അതിങ്ങനെ അതൊന്ന് കഴിച്ചാൽ അതൊന്ന് സൂം ചെയ്തേ. നമ്മള് ജനുവനായിട്ട് നമുക്ക് ഓവറാക്കേണ്ട ആവശ്യമില്ല. ജനുവനായിട്ട് സൂപ്പർ.
കഴിച്ചോ ലൈറ്റ് ഉണ്ട് അടിപൊളിയാ ബാക്കി കഴിക്കോ മുസ്തു കഴിക്കട്ടെ ഉണ്ടാക്കുന്നത് അങ്കിത് ഭായ് ആണെങ്കിലും ഡെക്കറേഷൻ അഭിഷേക് ഭായ് ആണ്. റെഡിയല്ലേ ചേച്ചി? ഓക്കെ നല്ല ചൂട് സോറി വെറുതെ പറയണല്ല. എനിക്ക് ആ മസാല ഭയങ്കര ഇഷ്ടം. ഒരു എന്റെ മസാല പൊളിയിലെ റൂം എങ്ങനെ? സൂപ്പർ ആയിട്ടില്ല? റൂം അടിപൊളി, ഫുഡ് അടിപൊളി. കാരണം താങ്ക് യു സോ മച്ച്. കാരണം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഫുഡും സംഭവമൊക്കെ ഫുൾ സെറ്റ്. ആൻഡ് ഇവിടെയും ഈ പറഞ്ഞ മാതിരി മോർണിംഗ് ടൈം ഈവനിങ് ടൈമിലൊക്കെ നല്ലൊരു വൈബാണ് പുറത്തേക്ക്. ലൈക്ക് ഇങ്ങനത്തെ 4 മുറി ഉണ്ട് കേട്ടോ ഇവിടെ. അടിയിലത്തെ മുറി കുറച്ചും കൂടിയും അന്ന് നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ നിന്ന് കുറച്ചുകൂടി സീ വ്യൂ കറക്റ്റ് മുകളിൽ. അതെ അതെ അതെ. സോഫ്റ്റ് ലോഞ്ച് സോഫ്റ്റ് ലോഞ്ച്. എനിക്ക് പറയാനുള്ള ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, മറ്റേ പുള്ളി പറയണ മാതിരി ഞാനൊന്നും പറഞ്ഞോട്ടെ. അത് സോഫ്റ്റ് ലോഞ്ച് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹെവി സംഭവങ്ങളൊക്കെയാണ് അശാത്തി ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. താങ്ക് യു സോ മച്ച്. നല്ല അടിപൊളി ഫുഡായിരുന്നു. ആൻഡ് എന്താ പറയുക, നമ്മളൊരു വീട്ടിലൊരു അംഗത്തെ പോലെ തന്നെ ഭയങ്കര കൂളായിട്ട് ആ ഒരു പാചകത്തിലും സ്നേഹത്തിലൊക്കെ ഉണ്ടായത് ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് ഈ ഒരു അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഏറെക്കുറെ സംസാരത്തിൽ നിന്ന് മനസ്സിലാവും എത്രത്തോളം സ്ട്രഗിൾ ഉണ്ട്. ആൻഡ് അത്രയും ഒരു പോസിറ്റീവായിട്ടൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ചേച്ചിയുടെ ആഗ്രഹം പോലെ തന്നെ ഇതൊരു ഗോവ വൈബ് തന്നെ ആവട്ടെ. അതെ അതെ, ഒരു ഗോവ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവിടുത്തെ ഒരു മിനി ഗോവ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഇല്ല, ഗോവ വരുന്നുണ്ട്. ഓക്കെ, അപ്പം അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും വേണം. കാരണം ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഓൺ എനർജിയാണ് കുക്കിങ്ങിൻ്റെ വയസ്സിലും വർത്തമാനത്തിൻ്റെ വയസ്സിലും. അങ്ങനെ ഒരു ലൈക്ക് ഇവിടെ വന്നിട്ടാണെങ്കിലും അവിടെ നിന്നേ തൊട്ട് ഭയങ്കര ഒരു കൂളായിട്ടാണ് സംസാരിച്ചത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാണാൻ പറ്റിയതിലും പരിചയപ്പെടാൻ പറ്റില്ല. സ്പെഷ്യൽ താങ്ക്സ് ടു അഭിഷേക്. അപ്പോൾ ചേച്ചിയുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. നാളെ ഒരു വലിയൊരു വിശേഷം നടക്കാൻ പോവുകയാണ്. ഈ പറഞ്ഞ മാതിരി ഒരു ഇനാഗ്രേഷൻ, നമ്മുടെ ഒരു അടിപൊളി റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സീ വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിവിടെ വന്നേ. ഇപ്പം ആക്ച്വലി ബ്ലൈൻഡ് ആയിരുന്നു, ലൈക്ക് എങ്ങനെയാണ് ഏതായിരിക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ബട്ട് താങ്ക് യു സോ മച്ച്. നല്ലൊരു അടിപൊളി ഈവനിങ് ആയിരുന്നു. പിന്നെന്താ, ഓൾ ദി ബെസ്റ്റ്. അതെ, ഇനി ഇനാഗ്രേഷൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ലൈക്ക് അഭിഷേകായിട്ട് പറഞ്ഞ ഒരു ആക്സിഡൻ്റലി മീറ്റപ്പ് ആയിരുന്നു. നമ്മൾ റാമ്പിലാണെങ്കിലും എല്ലായിടത്തും പെട്ടെന്നാണ് കണക്ട് ആയത്. ഞങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ട ഒരു സംഭവമായിരുന്നു. പക്ഷേ പെട്ടെന്ന് അഭിഷേകിന് വേറൊരു കാര്യം വന്നുകൊണ്ട് പറ്റിയില്ല. അടുത്തൊരു സംഭവം, ഇത് ഗോവയുടെ സംഭവത്തിൽ നമ്മൾ എന്തായാലും ഉണ്ടാവും അല്ലേ ബി? അതെ, 2 മാസത്തില് ചേച്ചി ഇത് മൊത്തം 2 ആഴ്ചയാണോ ദൈവം സ്റ്റാർട്ട് പണി തുടങ്ങാൻ പോവാണ് അല്ലേ? 2 ആഴ്ചയിൽ സ്റ്റാർട്ട് ചെയ്ത 2 മാസത്തിൽ കംപ്ലീറ്റ് താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ഇത്രയൊക്കെ പറഞ്ഞില്ലേ? അതെ, ഇതിൽ കൂടുതലൊന്നും. എന്ത് സ്പീഡിന് ഇങ്ങനെയൊക്കെ പറയുന്നേ? താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പൊ നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ. ബൈ ബൈ.